ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൻ ലേണിംഗ്. അപ്പോൾ മക്കളെ, നമ്മുടെ എക്സാം ഇതാ ഇങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും, സാറേ മാത്സ് ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല, ഈ മാത്സ് ഞങ്ങൾക്ക് ഒരു പണിയാവോ? ഇനി ഞങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ A+ കിട്ടുമോ? ഞങ്ങളെ കൊണ്ട് ഇത് കംപ്ലീറ്റ് കവർ ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സംശയം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, പ്രത്യേകിച്ച് ഈ ഒരു സമയത്തിൽ എക്സാം അടുത്ത് ഇങ്ങനെ തലയിൽ കയറി നിൽക്കുന്ന സമയത്ത്. മക്കളെ, ഇനി പഠിച്ച് നിങ്ങൾക്ക് A+ വാങ്ങാനുള്ള സമയം ഉണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം. എന്താ ഇതിന്റെ ഉത്തരം? യെസ്, ഉണ്ട്, സമയമുണ്ട്. നിങ്ങൾ ഇനി പഠിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് മാത്സിൽ ഫുൾ മാർക്ക് വാങ്ങാനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ അത് നിങ്ങൾ എങ്ങനെ പഠിക്കണം? ഇനിയുള്ള സമയം ഇത്രയും കാലം പഠിച്ചതുപോലെ കുറച്ച് സമയമൊക്കെ പഠിച്ച് അങ്ങനെയല്ല. നമ്മൾ നല്ല വൃത്തിക്ക് സിസ്റ്റമാറ്റിക്കായി പ്ലാൻ ചെയ്ത് പഠിച്ചാൽ ബാക്കി എക്സാമുകളും ഉണ്ട് എന്നുള്ള ബോധത്തോടെ പഠിക്കണം. മാത്സ് മാത്രമല്ല നമുക്ക് പരീക്ഷ ഉള്ളത്. അപ്പൊ എങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്ത് പഠിച്ചാൽ ബാക്കിയുള്ള ഈ സമയം കൊണ്ട് നമുക്ക് ഫുൾ മാർക്ക് മാത്സിൽ അടിച്ചെടുക്കാൻ പറ്റും? അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നോക്കണേ, മാത്സിന്റെ പരീക്ഷ നിങ്ങൾക്ക് വരുന്നത് എപ്പോഴാണ് എന്ന് പറയുന്നത്? നിങ്ങൾ എക്സാം ഡേറ്റും ടൈമും ഒക്കെ എങ്ങനെ വരുന്നത്? 9-ാം തീയതി തിങ്കളാഴ്ചയാണ് മക്കളെ നിങ്ങൾക്ക് എക്സാം വരുന്നത്. തിങ്കളാഴ്ച, അതും ഉച്ചയ്ക്ക് ശേഷമാണ് പരീക്ഷ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത്? എത്ര ദിവസം മുതൽ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന അറിയോ? നിങ്ങൾക്ക് വ്യാഴാഴ്ച നിങ്ങൾക്ക് ഒരു പരീക്ഷ കഴിയുന്നുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ആ എക്സാം, ഏത് എക്സാം വ്യാഴാഴ്ച കഴിയുന്നത്? ഹിന്ദി പരീക്ഷ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം 3:15 നിങ്ങൾക്ക് ഹിന്ദി പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടാവും. ആ ഹിന്ദി പരീക്ഷ കഴിഞ്ഞ് അന്ന് വീട്ടിലെത്തുന്ന വ്യാഴാഴ്ചത്തെ ദിവസം, അത് കഴിഞ്ഞത് ഒരു വെള്ളിയാഴ്ച നിങ്ങൾക്ക് പരീക്ഷ അല്ല, നിങ്ങൾക്ക് ഫ്രീ ആണ്. അന്ന് ഒരു ഫ്രൈഡേ നിങ്ങൾക്ക് ഇതാ ലീവ് കിടക്കുന്നുണ്ട്. വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കളാഴ്ച ഉച്ചയ്ക്കാണ് പരീക്ഷ. അപ്പൊ തിങ്കളാഴ്ചത്തെ രാവിലത്തെ സെക്ഷനും നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്. ഒരു പകുതി, ഒരു 10-11 മണിയെങ്കിലും പഠിച്ചിട്ടല്ലേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുള്ളൂ. അത്രയും കഴിഞ്ഞിട്ടല്ലേ എന്തായാലും ആ സമയം വരെ എന്തായാലും കിട്ടുമല്ലോ. ഇത്രയും സമയമാണ് നമ്മുടെ മുന്നിൽ പഠിക്കാനായിട്ട് നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത്രയും സമയം കഴിഞ്ഞിട്ട് നമുക്ക് തിങ്കളാഴ്ച മാത്സ് എക്സാം ആണ് വരുന്നത്. പക്ഷേ ചൊവ്വ, ബുധൻ, വ്യാഴം എന്ന് പറഞ്ഞ എക്സാമുകൾ അടുപ്പിച്ച് വരുന്നുണ്ട്. മലയാളം, സോഷ്യല്, അതുപോലെ സയൻസ്, ഇങ്ങനത്തെ എക്സാമുകളൊക്കെ അതിനനുസരിച്ച് വരുന്നുണ്ട്, വരിക്ക്. അതുകൊണ്ട് ഈ സമയം മുഴുവൻ നിങ്ങൾ മാത്സിന് കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങളെ ബാക്കി സബ്ജക്റ്റ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പൊ നിങ്ങൾ അത് ഐഡിയ ആയിട്ട് ഇതെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് ഉപയോഗിച്ചോളുക. നിങ്ങൾ നോക്കുക, നിങ്ങൾ ഓൾറെഡി ബാക്കി സബ്ജക്റ്റ് ഒക്കെ പഠിച്ചു വെച്ച മക്കളാണെങ്കിൽ വ്യാഴാഴ്ച വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് അന്നപ്പം തന്നെ മാത്സ് തുടങ്ങാം. മാത്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ട്, മാറ്റി വെച്ചത് അതാണെങ്കിൽ. അതല്ലെങ്കിൽ നിങ്ങൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ബാക്കി സബ്ജക്റ്റ് സയൻസും സോഷ്യലും ഒക്കെ പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം, ആ 2 ദിവസങ്ങൾ നിങ്ങൾ അതിനു വേണ്ടി മാറ്റി വെക്കുക. ഏത് ദിവസം നമ്മൾ പറഞ്ഞത്? വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നിങ്ങൾ ബാക്കി സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. എന്നിട്ട് ശനിയാഴ്ച മുതൽ അങ്ങോട്ടേക്ക് നമ്മൾ മാത്സിന്റെ ലോകത്തേക്ക് കടക്കാൻ പോവാണ്. ശനിയാഴ്ച രാവിലെ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് തന്നെ പഠിക്കാൻ തുടങ്ങുക. രാവിലെ ഈ നേരത്തെ എഴുന്നേൽക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ രാവിലെ ആ നേരത്തെ എഴുന്നേൽക്കുന്നതിന് പകരം കുറച്ചൊന്ന് കഴിഞ്ഞ് ലേറ്റായി എണീക്കട്ടെ വിചാരിച്ചാൽ സമയം 9 മണിയായിട്ട് എഴുന്നേൽച്ച് വരും. 9 മണിക്ക് എഴുന്നേറ്റ് വന്ന് ഒന്ന് ചായയും കുടിച്ചു ഒക്കെ ഒന്ന് ഉഷാറായി കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം, ഒന്ന് റെഡി ആയിട്ട് പഠിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഉച്ചയ്ക്ക് ചോറ് നല്ല സമയമായി ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ ഒരു ഉച്ച മയക്കം അല്ലെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് വൈകുന്നേരം തുടങ്ങാം. എന്തായാലും ഉച്ചയല്ലേ, വൈകുന്നേരം തുടങ്ങാം. അവസാനം ദിവസം വീണ്ടും കറങ്ങി തിരിഞ്ഞ് അടുത്ത ദിവസത്തെ രാത്രിയായി, വീണ്ടും അത് കറങ്ങി തിരിഞ്ഞ് അടുത്ത ദിവസത്തെ രാവിലെയാവും. ഈ ദിവസം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടക്കൂല. രാവിലെ നിങ്ങൾ കറക്റ്റായി തുടങ്ങിക്കോ, നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ സമയം ഉള്ളതുപോലെ ഫീൽ വരും. രാവിലെ ഒന്ന് എഴുന്നേറ്റ് രാവിലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചാൽ പിന്നെ ദിവസം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് നമ്മുടെ മുന്നിൽ. അത് അടിപൊളിയായി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു സംശയം വേണ്ട, നിങ്ങൾ ശനിയാഴ്ച രാവിലെ തന്നെ പഠിച്ചു തുടങ്ങാം, മാത്സിലേക്കുള്ള കാര്യങ്ങൾ പഠിക്കാം. ശനിയാഴ്ച വൈകിട്ട് വരെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ട്. നിങ്ങൾ ഓൾറെഡി പഠിച്ച ചാപ്റ്റേഴ്സ് ആണ് എല്ലാം. നിങ്ങൾക്ക് അത് എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് ക്ലിയർ ആക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റിലുള്ള പ്രോബ്ലംസ് ഒക്കെ എടുത്ത് ചെയ്ത് നോക്കുക. പറ്റുകയാണെങ്കിൽ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ഒക്കെ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ പേടിക്കണ്ട. എന്നിട്ട് ഇത്രയും ആ ദിവസം ഡേ ടൈം മുതൽ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ സമയം നമ്മുടെ ലൈവ് ഉണ്ടാവില്ല. നിങ്ങൾ ഏകനിലേക്ക് ഇങ്ങോട്ട് കയറിപ്പോരും. നമ്മുടെ മാരത്തോൺ നടക്കുന്നുണ്ടാവും സാറ്റർഡേ ഈവനിങ്ങിൽ മാത്സിന്റെ. ഞങ്ങൾ തകർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാമിന് വരുന്ന ചോദ്യങ്ങളെല്ലാം നമ്മൾ പെറുക്കിയെടുത്ത് ചെയ്യും. അത് എന്നാ പറഞ്ഞത്? ശനിയാഴ്ച വൈകിട്ട്. മാരത്തോൺ കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് പിറ്റേ ദിവസവും ഇതേപോലെ പകൽ സമയം ഞായറാഴ്ച നിങ്ങളുടെ കയ്യിലുണ്ട്. അത് ഒഴിവാക്കരുത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ മാരത്തോണിൽ കണ്ട കുറെ ക്വസ്റ്റ്യൻസ് ഇല്ലേ, മാരത്തോണിൽ സാറുമാരും കൂടെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴേ അതിന്റെ മിസ്റ്റേക്ക് മനസ്സിലാവുള്ളൂ. എക്സാം ഹാളിൽ നമ്മൾ സ്റ്റെക്ക് ആവുന്ന കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം. അപ്പൊ മാരത്തോണിൽ കുറേ ക്വസ്റ്റ്യൻ കിട്ടും. ആ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒക്കെ നിങ്ങൾ പിറ്റേന്ന് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക, ചെയ്ത് പഠിക്കുക. അങ്ങനെ ഞായറാഴ്ച വൈകിട്ടും നമുക്ക് ലൈവിലേക്ക് വീണ്ടും കാണണം. ഞങ്ങൾ നിങ്ങളെയും കാത്ത് വീണ്ടും ലൈവിൽ ഉണ്ടാവും. ഞായറാഴ്ച ഈവനിങ് മെഗാ മാരത്തോൺ ആയിട്ട് എല്ലാ ചാപ്റ്ററും നമുക്ക്
നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ശനിയാഴ്ചത്തെ ലൈവിൽ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ഏതാണോ അതായിരിക്കും നമ്മൾ ശനിയാഴ്ച ലൈവിൽ എടുക്കാം. നിങ്ങൾ ഇതാ ഈ വീഡിയോന്റെ കമന്റിൽ പറഞ്ഞാൽ മതി ശനിയാഴ്ച നിങ്ങൾക്ക് ആദ്യത്തെ 4 ചാപ്റ്ററുകളിൽ ഏതൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു തരണേ. ഞായറാഴ്ച നമ്മൾ എല്ലാ ചാപ്റ്ററും ഒന്നും കൂടെ ഫസ്റ്റ് തൊട്ട് റിവൈസ് ചെയ്യും. മൺഡേ മോർണിംഗ് തിങ്കളാഴ്ച രാവിലെ നമ്മളൊരു അടിപൊളി ലൈവ് ഉണ്ടാവും. എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസുകൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ലൈവ്. ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ, മുൻപ് എങ്ങനെയാണ് വന്നത്, ഏറ്റവും ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഏതാ, അങ്ങനെ ഒരു ലൈവ് നമ്മൾ തിങ്കളാഴ്ച മോർണിംഗ് ഉണ്ടാവും കേട്ടോ. തിങ്കളാഴ്ച രാവിലത്തെ ഒരു ലൈവ് ഉണ്ടാവും. ഇതും കൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എക്സാമിന് അടിച്ച് പൊളിയായിട്ട് ഫുൾ മാർക്ക് കിട്ടാനുള്ള ടോപ്പിക് തന്നെ നിങ്ങളെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. മക്കളെ ഒരു സംശയം വേണ്ട, ഇനി അങ്ങോട്ടേക്ക് പഠിച്ചാലും നമുക്ക് നേടാൻ പറ്റും ഫുൾ മാർക്ക്. A+ അല്ല, ഫുൾ മാർക്ക് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കാൻ പോകുന്നു. ഈ പ്ലാൻ അനുസരിച്ച് നിങ്ങളൊന്ന് പഠിച്ചു തുടങ്ങുക. എന്നിട്ട് ഏകന്റെ കൂടെ ലൈവിലേക്ക് വരിക, ഉഷാറായിട്ട് പഠിക്കുക, എന്നിട്ട് നല്ല മാർക്ക് വാങ്ങിയിട്ട് തിരിച്ചു വരിക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.